ഹല്ലേലൂയ. യേശുവേ നന്ദി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആവേമരിയ മിനിസ്ട്രിയുടെ വചന സന്ദേശത്തിലേക്ക് ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ ക്ഷണിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാനിവിടെ പങ്കുവയ്ക്കാൻ പോകുന്ന അപ്പസ്തോല പ്രവർത്തനം 27-ാം അധ്യായം. ഈ വചനം പറയുമ്പോൾ ഈ വചനത്തിനകത്ത് പൗലോസ്ലീഹായ്ക്ക് കിട്ടിയിരിക്കുന്ന ദർശനങ്ങളും ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാടുകളും വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളും അതനുസരിക്കാതെ വരുമ്പോൾ അത് സംഭവിക്കുന്ന നാശങ്ങളും തകർച്ചകളും ഒക്കെയാണ്. അനുസരണക്കേടിൻ്റെ ഫലങ്ങളും തിരിച്ചറിവ് കൊടുത്തിട്ട് സ്വീകരിക്കാതെ വരുന്ന അവസ്ഥകളും ദൈവത്തിൻ്റെ വാക്കുകൾ അല്ലെങ്കിൽ സന്ദേശങ്ങൾ വ്യക്തികളിലൂടെ എങ്ങനെ ദൈവം പ്രകടമാക്കുന്നു എന്ന് വ്യക്തമായിട്ട് ഈ വചനഭാഗം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. പക്ഷേ അത് ദൈവത്തിലൂടെ പ്രകടമാക്കുന്ന വ്യക്തികളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ മാത്രമേ അതിന് പൂർണ്ണതയുള്ളൂ. മറ്റുള്ളതൊന്നും ദൈവികമാകണമെന്നില്ല. ഇവിടെ ദൈവികമായ സന്ദേശത്തെ പൗലോസ്ലീഹ മനുഷ്യർക്ക് പങ്കുവച്ചിട്ടും അവരത് ഉൾക്കൊള്ളാതെ വരികയും അത് ഉൾക്കൊള്ളാതെ വരുന്ന സാഹചര്യത്തിൽ അതിലുണ്ടാകാൻ പോകുന്ന ദുരന്തങ്ങളെക്കുറിച്ച് പൗലോസ്ലീഹ പ്രാർത്ഥിക്കും. പൗലോസ്ലീഹായ്ക്ക് കിട്ടുന്ന ദൈവത്തിൽ നിന്നുള്ള തിരിച്ചറിവുകളും അതിൽ ഉണ്ടായിരിക്കുന്ന നാശങ്ങളെ പൗലോസ്ലീഹ തന്നെ എങ്ങനെയാണ് ദൈവത്തിലൂടെ മനുഷ്യൻ ആ സമൂഹത്തിന് ആ വ്യക്തികൾക്ക് റിക്കവർ ചെയ്ത് കൊടുക്കുന്നതും എന്നൊക്കെയാണ്. അപ്പോൾ നമ്മളിതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് മനുഷ്യനോട് എന്ത് പറഞ്ഞാലും ഇത് തന്നെയാണ് അവസ്ഥ. കാരണം അവരുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് എന്തേലും അനുഗ്രഹങ്ങളും ഉപകാരങ്ങളും ഒക്കെ കിട്ടുമ്പോഴും ഈ ചുമ്മാതല്ലല്ലോ അത് കിട്ടുന്നത്. അത് കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒരു നാശത്തിലോ തകർച്ചയിലോ ഒക്കെ പോകുന്ന മനുഷ്യൻ നല്ല രീതിയിൽ അവൻ്റെ കുറവുകളെക്കുറിച്ച് തിരിച്ചറിവ് നേടാൻ പറ്റുന്ന വ്യക്തികളിലും മേഖലകളിലും എത്തപ്പെട്ടാൽ മാത്രമേ അവനിൽ പൂർണ്ണതയിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ച് അവൻ്റെ പ്രശ്നങ്ങളിലും തകർച്ചകളിലും എന്നേക്കുമായി പരിഹാരം കണ്ട് ദൈവത്തോടു കൂടെ നിത്യവും നിലനിൽക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതുപോലെ ഒരു വ്യക്തി മുന്നിൽ വന്നാൽ ആ വ്യക്തിയെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞു കൊടുക്കുവാനും അവൻ്റെ കുറവുകളെ തിരുത്തി കൊടുക്കുവാനുമുള്ള സന്ദേശങ്ങളും അതിനനുസരിച്ചുള്ള കൃപകളുമുള്ള വ്യക്തികളായിരിക്കണം അത് പങ്കുവെക്കേണ്ടത്. പക്ഷേ അങ്ങനെ അത് കിട്ടണമെങ്കിൽ പോലും അത് സ്വീകരിക്കാനുള്ള മാനസിക ഒരുക്കവും തയ്യാറെടുപ്പുമുള്ള വ്യക്തികളായിരിക്കണം ഇത് സ്വീകരിക്കാൻ പോകുന്നവരും. ഇവിടെ നമ്മൾ കാണുന്നത് നമ്മുടെ യുവത്വങ്ങളും തലമുറകളും എല്ലാം അങ്ങനെയുള്ള അവരുടെ കുറവുകളിലൂടെയുള്ള അവരുടെ ജീവിതങ്ങളോ ആ ജീവിതത്തിൽ നിന്നുള്ള മാറ്റങ്ങളോ ഒന്നും പറഞ്ഞു കൊടുത്താൽ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നവരല്ല. അവർ വരുന്ന വിഷയം എന്തോ ആ വിഷയത്തിൻ്റെ പരിഹാരം മാത്രം കണ്ടെത്തുകയും പരിഹാരം കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമയത്തിനകത്ത് ഇങ്ങനെയുള്ള പ്രവൃത്തികളെ കളഞ്ഞിട്ട് അവരവരുടെ ഇഷ്ടത്തിലേക്ക് പോവുകയും ചെയ്തു. കാരണം അവർ ജീവിക്കുന്ന സമൂഹത്തിലെ നിലനിൽപ്പുകളും അതിൻ്റെ നേട്ടങ്ങളും അവരുടെ ഉയർച്ചകളും ഒക്കെ മാത്രം ചിന്തിക്കുകയും ഈ ലോക ജീവിതത്തിന് അപ്പുറത്തേക്ക് നമ്മൾ യാത്ര ചെയ്യേണ്ടെന്ന് പറയുന്ന ചിന്തകളെ അവർ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. കാരണം അങ്ങനെ ഒരു ചിന്തയുള്ള ഒരു മനുഷ്യനും ദൈവത്തിൻ്റെ പദ്ധതികളെയോ ദൈവിക സന്ദേശങ്ങളെയോ ദൈവം അവർക്ക് കൊടുക്കുന്ന തിരിച്ചറിവുകളെയോ യഥാർത്ഥമായ വ്യക്തിത്വങ്ങളിൽ നിന്നാണ് കിട്ടുന്നതെങ്കിൽ അത് നഷ്ടപ്പെടുത്തില്ല എന്നുള്ളതാണ് ഞാൻ ഇന്ന് വരെ മനസ്സിലാക്കിയ ഒരു സത്യം. അത് ചിലപ്പോൾ 100 പേര് നമ്മുടെ മുമ്പിലേക്ക് വന്നാൽ അവരുടെ വിഷയങ്ങൾ, പ്രശ്നങ്ങൾ, തകർച്ചകൾ ഇങ്ങനെയുള്ള കാര്യത്തിലാണല്ലോ നമ്മളെപ്പോലെ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷ കേന്ദ്രത്തെയോ അല്ലെങ്കിൽ ഒരു ധ്യാന കേന്ദ്രത്തെയോ ഏതെങ്കിലും പ്രാർത്ഥനകളെയോ ഒക്കെ മനുഷ്യൻ തേടിപ്പോകുന്നത്. അതിന് പ്രശ്നങ്ങളില്ലെങ്കിൽ ആരും ഒന്നും തേടാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവൻ്റെ ജീവിതത്തിൽ വരുന്നതിനുള്ള കാരണം എന്തായിരിക്കുമെന്നും അവൻ ചിന്തിക്കണം. കാരണം ചുമ്മാ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെയുള്ള പ്രശ്നം കടന്നു വരികയില്ല. ദൈവത്തിന് അവനോടുള്ള കാര്യങ്ങൾ സംസാരിക്കാനും അവൻ്റെ കുറവുകളിലൂടെ അവനെ നേടിയെടുക്കുവാനും അവൻ ആ കുറവുകളിലേക്ക് തിരിച്ചു പോകാതെ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുവാനും ദൈവം ആഗ്രഹിക്കുന്ന വ്യക്തികളിലും സമൂഹങ്ങളിലും ഒക്കെയാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ സംഭവിക്കുന്നത്. അല്ലാതെ ചുമ്മാ കടന്നു വരുന്നതല്ല. കാരണം മനുഷ്യൻ്റെ അകൃത്യങ്ങൾ കൊണ്ടും തെറ്റുകൾ കൊണ്ടുമാണ് പലയിടത്തും പല നകർച്ചകളും വീഴ്ചകളും ഒക്കെ സംഭവിക്കുന്നതെങ്കിലും അവരുടെ ദൈവിക ബന്ധമില്ലായ്മയുടെ കാരണമാണെങ്കിലും ദൈവം ഏതെങ്കിലും കാലഘട്ടത്തിൽ അവരുടേതായ പ്രാർത്ഥന കൊണ്ടോ അവരുടെ കുടുംബത്തിലുള്ളവരുടെ പ്രാർത്ഥന കൊണ്ടോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരുണ കൊണ്ടോ അവരെ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ആ വീഴ്ചകളെ ദൈവം നന്മയാക്കി എടുക്കാനുള്ള വഴിയാണ് അവർക്ക് ഒരുക്കി കൊടുക്കുന്നത്. പക്ഷേ പല വ്യക്തികളും അവരുടെ ജീവിതത്തിൻ്റെ തകർച്ചകളിൽ ഒരു സ്ഥലത്ത് പോയിട്ടും ഒരു രക്ഷയുമില്ലാതെ പരാജയപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അധികവും ഈ ശുശ്രൂഷയിൽ എന്നെ വിളിക്കുന്നതും വരുന്നതും. സർവ്വ കേന്ദ്രങ്ങളിലും പോയവരും ഒത്തിരി ശുശ്രൂഷകൾ കൂടിയവരൊക്കെയാണ് അധികവും. പക്ഷെ അവർ കൂടിയതോ കൂടാത്തതോ ഒന്നും അല്ല ഇവിടുത്തെ വിഷയം. അവരിൽ ഉണ്ടായി കിടക്കുന്ന അതിനൊരു കാരണമുണ്ടാകും. ആ കാരണമായിരിക്കും ഞാൻ എപ്പോഴും അവർക്ക് ഉദ്ധരിച്ചു കൊടുക്കുന്നത്.
അങ്ങനെ അവർ ആ കാരണമൊക്കെ സ്വീകരിച്ച് അവർ പറയുന്നത് പോലെ നല്ല അനുസരണയുള്ള കുഞ്ഞുങ്ങളെ പോലെ കേട്ട് പ്രാർത്ഥിച്ച് അവർ കറക്റ്റായി മെസ്സേജുകളിട്ട് പ്രാർത്ഥനയൊക്കെ സ്വീകരിച്ച് പോകുന്നു. അങ്ങനെ അവരെ വിശുദ്ധീകരിച്ചതിന് ശേഷം നമ്മളിൽ ദൈവം തന്ന കൃപകളെ നമ്മൾ ദൈവത്തിനു വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ അവർക്ക് വേണ്ടി മധ്യസ്ഥമായി ഏറ്റെടുത്ത് സഹനങ്ങളിലൂടെയും അതുപോലെ ദൈവം തന്നിരിക്കുന്ന മെസ്സേജുകളിലൂടെയൊക്കെ പ്രാർത്ഥിച്ച് ഒത്തിരി കഷ്ടപ്പാടുകളിലൂടെയാണ് അങ്ങനെ പല സ്ഥലങ്ങളിലും പോയി രക്ഷയില്ലാത്ത പല കുടുംബങ്ങളെയും വ്യക്തികളെയും കരകയറ്റി വിടുന്നത്. കാരണം ഈ ശുശ്രൂഷയ്ക്ക് ഒത്തിരി വില കൊടുത്തിട്ടാണ് ഈ ശുശ്രൂഷ കൊണ്ടുപോകുന്നത്. അത്ര എളുപ്പത്തിൽ കൊണ്ടുപോകുന്ന ഒരു ശുശ്രൂഷയല്ല അഭയമരിയുടെ ശുശ്രൂഷ. ആ ശുശ്രൂഷയ്ക്ക് ഒത്തിരി വിലയും കഷ്ടപ്പാടും വേദനയും ഒക്കെ സഹിച്ചുകൊണ്ടാണ് ഓരോ വ്യക്തികളെയും ഓരോ കുടുംബങ്ങളെയും ഏറ്റെടുത്തൊക്കെ പ്രാർത്ഥിച്ച് കരകയറ്റി വിടുന്നത്. പക്ഷേ അതിൻ്റെ വില അവർക്ക് മനസ്സിലാകാത്തത് കൊണ്ടോ ആ തിരിച്ചറിവില്ലാത്തത് കൊണ്ടോ അവരൊന്ന് ഫോണിൽ കൂടെ വിളിച്ചു പറയുമ്പോൾ ഉടനെ തന്നെ അത് സ്വീകരിച്ചു, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, അവരുടെ കുറവുകൾ തിരുത്തി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കുറച്ച് നാളുകൾക്ക് ശേഷം അവരതിൽ നിന്ന് റിലീഫാകുന്നു. അത്രയും മാത്രമേ അവർ ചിന്തിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് എല്ലായിടത്തും പോകുന്ന പോലെ എല്ലാ സ്ഥലത്തും എന്തെങ്കിലും എഴുതി കൊടുക്കുന്ന മാതിരി ഒക്കെയാണ് ചിന്തിക്കുന്നത്. അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ. എന്ന് പറഞ്ഞാൽ ഒരു രീതിയിലും കരകേടാത്ത വ്യക്തികളാണ് അധികവും ഈ ശുശ്രൂഷയിൽ വരുന്നതെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ വരുന്ന വ്യക്തികൾക്ക് വേണ്ടി അത്രത്തോളം കഷ്ടപ്പാട് സഹിച്ചും പ്രാർത്ഥിച്ചുമാണ് അവർ പലരും പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് സാമ്പത്തിക മേഖലയല്ല. അങ്ങനെ ഒരു ശുശ്രൂഷയല്ല ഇത്. അതിനുവേണ്ടി ആരെയും കൂട്ടുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു ശുശ്രൂഷാ കേന്ദ്രം ഉണ്ടാക്കുകയോ അവിടേക്ക് ഇത്ര പേര് വന്നാൽ ഇത് നിലനിർത്താൻ കഴിയുള്ളൂ എന്നുള്ള ചിന്താഗതി ഒന്നുമല്ല. ആ നിക്ഷേപിച്ച മനുഷ്യനിലുള്ള ദൈവത്തിൻ്റെ ആത്മാവ് നഷ്ടപ്പെടാതെ അവനെ സ്വീകരിച്ച് സ്വർഗത്തിൻ്റെതാക്കി ഈ ഭൂമിയിൽ നിലനിർത്തുക എന്ന ഉദ്ദേശത്തോട് തന്നെയാണ്. അതിലൊരു വിട്ടുവീഴ്ചയും ഞാൻ സമ്മതിക്കുകയില്ല. അതിനപ്പുറത്തേക്കോ ആ ചിന്താഗതിക്ക് വിപരീതമായിട്ടോ ആഗ്രഹം വെച്ചുകൊണ്ട് എന്നോട് സംസാരിക്കുമ്പോൾ ഞാനും അവരുമായിട്ട് ഉള്ള സംസാരത്തിൽ അവർക്ക് ചിലപ്പോൾ വിഷമങ്ങളുണ്ടാകാം. കാരണം അവർ പറയുന്ന പദ്ധതിയിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല. ഞാൻ പറയുന്ന പദ്ധതിക്ക് അവർ നിന്നേ പറ്റുള്ളൂ താൻ. അപ്പോൾ ഇത് രണ്ടും കൂടെ വരുമ്പോൾ പലർക്കും എന്നോട് ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ പല തകർച്ചകളും നാശങ്ങളും വീഴ്ചകളും ഒക്കെ കടന്നു വരും. അത് പെട്ടെന്നായിരിക്കില്ല, കുറേ കാലഘട്ടങ്ങൾക്ക് ശേഷമായിരിക്കും. കാരണം എന്തെന്ന് വെച്ചാൽ അതുപോലെ തകർന്നു നിൽക്കുന്ന കാലഘട്ടത്തിൽ ദൈവം രക്ഷ കൊടുത്ത് നിലനിർത്തിയിട്ട് കുറേ നാൾ ആ ശുശ്രൂഷയും ജീവിതമൊക്കെ കൊണ്ടുപോയിട്ട് അത് നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് പിന്നീട് ഒരു കാലഘട്ടം വരെ അവരുടെ ഇഷ്ടത്തിന് ജീവിച്ചിട്ട് ഞാൻ ചിലരൊക്കെ അങ്ങനെ വരുന്ന വ്യക്തികൾക്ക് പല ടോക്കുകൾ ഇട്ട് കൊടുക്കുകയോ അത് ശ്രദ്ധിക്കാറുണ്ടോ നോക്കുകയൊക്കെ ചെയ്യും. കാരണം കൈ വിട്ടോ ഇല്ലയോ എന്നറിയാൻ. കൈ വിട്ട് കഴിഞ്ഞ് ഇങ്ങനെ ജീവിച്ചിട്ട് ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ പലരും എന്നെ വിളിക്കാറുണ്ട് 2, 3, 4 വർഷമൊക്കെ കഴിഞ്ഞ്. ബ്രദറെ എന്നെ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. അത് ഇന്ന പോലെ എങ്ങനെയാണ്, അത് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിന് നിരക്കാത്ത കുറേ ഡയലോഗുകളൊക്കെ പറഞ്ഞ് അങ്ങനെ വളഞ്ഞു ചുറ്റിയ വഴിയിലൂടെ വരും. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ വളഞ്ഞു ചുറ്റി വന്നാലും നേരെ വന്നാലും എനിക്ക് ചോദിച്ചാൽ കർത്താവിൽ നിന്ന് അപ്പേ നിങ്ങളെക്കുറിച്ച് മനസ്സിലാവും. അതുകൊണ്ടാണല്ലോ ഈ ശുശ്രൂഷ എനിക്ക് കേരളത്തിലൊരു മുറിയിലിരുന്നുകൊണ്ട് ലോകം മുഴുവൻ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ സ്വീകരിക്കാൻ യോഗ്യതയുള്ളവനോട് മാത്രമേ ഞാൻ ശുശ്രൂഷ ചെയ്യാറുള്ളൂ എന്നുള്ള നിർബന്ധമാണ് എനിക്ക്. കാരണം യോഗ്യതയില്ലാത്തവനെ ഒരുക്കാൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടാൽ അവനതിന് തുനിയുന്നില്ലെങ്കിൽ പിന്നെ അവൻ്റെ പുറകെ നിൽക്കുന്നതല്ല നല്ലത്. യോഗ്യത ഉള്ളവനെ സ്വീകരിച്ച് എത്രയും വെക്കുന്ന അവനെ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് ആനയിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളിലേ നോക്കാറുള്ളൂ. തെറ്റായ നടപടിക്രമങ്ങൾക്ക് വ്യക്തമായ മറുപടി കൊടുക്കും. കാരണം ഞാൻ അവരിൽ നിന്ന് വേറെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ പ്രതീക്ഷിക്കുന്ന സാധനം കിട്ടുന്നില്ല ദൈവത്തിന് വേണ്ടിയെങ്കിൽ പിന്നെ ഞാൻ അവന് വേണ്ടി അത്ഭുതം കാണിക്കുന്ന ഒരു അത്ഭുത പ്രവർത്തകനോ ഗിമ്മിക്കുകാരനോ ആയിട്ട് നിന്നിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു ശുശ്രൂഷ ഞാൻ ചെയ്യാറുമില്ല, ചെയ്യുകയില്ല. കാരണം അത്ഭുതങ്ങൾ അവർക്ക് അനിവാര്യമായിട്ട് ദൈവം കൊടുക്കാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ അതിനുള്ള കൃപയുണ്ട്. അവർ ഓക്കെ ആണെങ്കിൽ അത് അവർക്ക് കിട്ടും. അതിനപ്പുറത്ത് അതിന് ഒരു വിലയും ഞാൻ കൽപ്പിക്കുന്നില്ല. അതിലൂടെ ആ മനുഷ്യൻ എത്രത്തോളം ദൈവത്തെ അറിയുകയും ദൈവേഷ്ടം മനസ്സിലാക്കുകയും ഇതുവരെ ജീവിതത്തിൽ വന്ന വീഴ്ചകളിൽ നിന്ന് അവൻ വ്യതിചലിച്ച് ദൈവത്തിൻ്റെ കൂടെ പോവുകയും ചെയ്യും എന്നുള്ളതാണ് എൻ്റെ മൂല്യമായ ഒരു കണ്ടെത്തൽ. അത് കിട്ടണമെന്ന് എനിക്ക് നിർബന്ധ ബുദ്ധിയുമുള്ള ഒരാളായ. അപ്പം ഇങ്ങനെ കിട്ടി ഇങ്ങനെ പോയി 4, 5 വർഷങ്ങൾക്ക് തീർച്ചയായും ഈ ശുശ്രൂഷയിൽ നിന്ന് അത്ഭുതം കിട്ടിയ ഏത് വ്യക്തിയാണെങ്കിലും ഈ ശുശ്രൂഷയിലൂടെ നിലനിന്നിട്ടുള്ളവരാണ് എങ്കിൽ ഓർത്തുകൊള്ളുക, അതിനെ ആ രീതിയിൽ തന്നെ കൊണ്ടുപോയില്ലെങ്കിൽ ജീവിതത്തിൽ വലിയ വിലകൾ കൊടുക്കുന്ന 100 കണക്കിന് കുടുംബങ്ങളെയും വ്യക്തികളെയും ഞാൻ കാണാറുണ്ട്. കാരണം അത് വേറൊന്നും കൊണ്ടല്ല, ദൈവത്തിൻ്റെ പദ്ധതികളെ നിന്ദിക്കുകയും അത് ഉൾക്കൊള്ളുകയും അത് കൊണ്ടു നടക്കാതിരിക്കുകയും തകർച്ചയുടെ അങ്ങേയറ്റം ആരും രക്ഷയ്ക്കില്ലാതെ വന്ന് മുന്നിൽ വരുന്നവരുമായ ശുശ്രൂഷ സ്വീകരിക്കുന്ന ആൾക്കാരാണ് ഈ ശുശ്രൂഷയിൽ വന്നുപെടുന്നവരെല്ലാം. ഒരു വഴിയുമില്ലാതെ അടഞ്ഞു കിടക്കുന്നവർ. അപ്പോൾ പലരെയും അതിനകത്ത് കൊണ്ടുപോകാനും പറ്റാറില്ല. കാരണം എന്താണെന്നറിയോ, ഞാൻ പറയുന്നതായ രീതിയിലുള്ള തീഷ്ണതയോടെയുള്ള പ്രാർത്ഥന അനുവർത്തിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യാതെ വരുന്നവർ ചിലപ്പോൾ തള്ളപ്പെട്ടു പോകാം, ഒന്നുമില്ലാത്തവരായി പോകാം. പക്ഷെ അതിൻ്റെ കാരണം അവരുടെ അനുസരണയില്ലായ്മ തന്നെയാണ്. കാരണം അവരിൽ അനുസരണ കിടന്നു വന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കാൻ തുടങ്ങും.
കറക്റ്റായി ആ വ്യക്തികളെ കുറിച്ച് എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ പോകണം, എത്ര നാൾ പ്രാർത്ഥിക്കേണ്ടവരും, എങ്ങനെ പ്രാർത്ഥിച്ചാൽ അവർ കരകയറും എന്ന വ്യക്തമായ മെസ്സേജ് നമുക്ക് കിട്ടും. മെസ്സേജിന്റെ അടിസ്ഥാനത്തിൽ, ദൈവത്തിന്റെ ആത്മാവിന്റെ സംസാരത്തിന്റെ അടിസ്ഥാനത്തിൽ, വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും. ഏത് വ്യക്തിക്ക് വേണ്ടി, അല്ലാതെ ചുമ്മാ എന്തേലും വിളിച്ചു പറയൂ, ആൾക്കാർക്ക് എന്തെങ്കിലും തോന്നുന്ന പറയൂ, അങ്ങനെ ഒന്നും അല്ല ഞാൻ. കർത്താവിന്റെ ആത്മാവ് സംസാരിക്കാത്ത ഒരു മനുഷ്യനോടും ഞാൻ ഒരു കാര്യവും പറയാറില്ല, ഒന്നും ഞാൻ കൊടുക്കാറുമില്ല. ചിലപ്പോൾ എന്നോട് സംസാരിക്കുന്നുണ്ടെങ്കിലും അവരോട് പങ്കുവെക്കാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറയുകയില്ല. കാരണം അതിനുള്ള യോഗ്യത അവർക്കില്ല. അവർ കാര്യങ്ങൾ അറിയാൻ വിളിക്കുന്ന ഒരു മന്ത്രവാദിയെ പോലെ ആയിരിക്കും ചിലപ്പോൾ എന്നെ കാണുന്നത്. അങ്ങനെയുള്ളവർക്കൊന്നും ഞാനൊരു ശുശ്രൂഷ കൊടുക്കാറില്ല. കാരണം അതല്ല എൻ്റെ പണി. എൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ ഏൽപ്പിച്ച ദൗത്യം എന്ന് പറഞ്ഞാൽ പൂർണ്ണതയിൽ എന്നും വിശുദ്ധിയോടെ ഈ ശുശ്രൂഷ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവം ഈ ഭൂമിയിൽ തന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന കുടുംബങ്ങളെയാണ് എനിക്ക് ആവശ്യം. അത് ചിലപ്പോൾ 100 പേരിലോ 1000 പേരിലോ 2 പേരെ കിട്ടുള്ളൂ. ആ 2 പേർക്ക് വേണ്ടി ഈ ശുശ്രൂഷ ചെയ്യുന്നത്. കാരണം ഈ ശുശ്രൂഷയിൽ തന്നെ ആയിരക്കണക്കിന് ആൾക്കാർ അത്ഭുതങ്ങൾ നേടിയവരാണ് ഇതിനകത്തുള്ളവരെല്ലാം. അല്ലാത്ത ഒരു സബ്സ്ക്രൈബേഴ്സും ഇതിനകത്തില്ല. ഒരത്ഭുതയിലും ദൈവത്തിൽ നിന്ന് മേടാത്ത ആരുമില്ല. അതിൽ കാണുന്നവർ 250, 300, 500 തന്നെയാണല്ലോ. ആ 500 പേരിൽ ഉൾക്കൊള്ളുന്നവർ ചിലപ്പോൾ 5 പേരെ കാണുള്ളൂ. ആ 5 പേർക്ക് വേണ്ടി ഞാൻ ഈ പ്രവൃത്തി ചെയ്യുന്നത്. 5 പേര് കൂടുതൽ കിട്ടില്ല. കാരണം നന്മയുള്ളതും നല്ലതും എന്ന് കാണുന്ന സാധനം ദൈവികതയിലുള്ളതാണെങ്കിൽ അത് വളരുന്നതിന് ഒരു നിശ്ചിത ഇതുണ്ട്, അത്രേ വളരുള്ളൂ. കാരണം ക്രിസ്തുവിന്റെ കാലത്ത് ക്രിസ്തു അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് നഗരവീതിയിലൂടെ നടക്കുകയും ലാസറിനെ ഉയർപ്പിക്കുകയും തളർവാദ രോഗിയെ സൗഖ്യമാക്കുകയും പിശാച് ബാധിതരെ സംരക്ഷിക്കുകയും ഒക്കെ ചെയ്തിട്ടും ക്രിസ്തുവിന്റെ കൂടെ എത്ര ശതമാനം ആൾക്കാരുണ്ടായിരുന്നു? ക്രിസ്തുവിന്റെ പദ്ധതി വേള എത്ര പേർ തിരിച്ചറിഞ്ഞു? ഇവൻ ദൈവപുത്രനെന്ന് അംഗീകരിച്ച എത്ര പേരുണ്ടായിരുന്നു? അംഗീകരിച്ചവരിൽ നിലനിന്നവർ എത്ര പേരുണ്ടായിരുന്നു? ഒന്ന് ചിന്തിക്കണം. അതും വളരെ തുച്ഛമായിരുന്നു. നമ്മളത് മനസ്സിലാക്കണം. അപ്പം ദൈവിക ശുശ്രൂഷ എപ്പോഴും അങ്ങനെയാണ്. അത് ബഹളത്തിൻ്റെയോ ഓളത്തിൻ്റെയോ അല്ലെങ്കിൽ കൊട്ടിഘോഷിക്കലിൻ്റെയോ ഒന്നുമല്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, ദൈവിക ശുശ്രൂഷയുടെ മറവിൽ തന്നെ 100 കണക്കിന് അത്ഭുതങ്ങൾ പിശാചിൽ നിന്ന് നടക്കും. കാരണം പൂർത്തീകരിക്കപ്പെടാത്ത അത്ഭുതങ്ങൾ കൊണ്ട് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത 100 കണക്കിന് കുടുംബങ്ങൾ എന്നെ വിളിക്കാറുണ്ട്. പല സ്ഥലത്തും പോയി പലതും നേടി, അത് കിട്ടി ഇത് കിട്ടി, എന്നിട്ട് ഒരു പ്രയോജനവുമില്ല എന്ന് പറയുന്നത്. അതിന്റെ കാരണം ദൈവികമായ യഥാർത്ഥ പദ്ധതിയിലേക്ക് മനുഷ്യന്റെ ഹൃദയത്തെ തുറന്നുവിടാനോ അവന്റെ കുറവുകളെ കണ്ടെത്തി അത് തിരുത്തി കൊടുക്കുവാനോ ഉള്ള നല്ല വരങ്ങളുള്ള വ്യക്തികളിൽ നിന്ന് ശുശ്രൂഷകൾ സ്വീകരിച്ചില്ലെങ്കിൽ തീർച്ചയായും നിലനിൽപ്പുണ്ടാവില്ല ഈ ഭൂമിയിൽ. കാരണം നല്ല ദൈവിക സന്ദേശങ്ങളും നല്ല ദൈവിക കൃപകളുമുള്ള വ്യക്തികൾക്ക് മാത്രമേ ഒരു മനുഷ്യന്റെ കുറവുകളെ കണ്ടെത്തി ആ കുറവുകൾക്ക് വേണ്ട പരിഹാരം പറഞ്ഞു കൊടുത്ത് അവനെ വിശുദ്ധിയിലേക്ക് നയിക്കാൻ പറ്റുകയുള്ളൂ. അത് ചെയ്യാതെ എന്തേലും കാര്യങ്ങളോ ഏതേലും ഒരു വചനോ എടുത്തു കൊടുത്ത് ഇതിങ്ങനെ ചെല്ലിക്കോ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് രക്ഷപ്പെടാനായിട്ട് ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട് ഈ ലോകത്ത്. അത് ക്രിസ്തുവിന്റെ കാലത്തും ഉണ്ടായിരുന്നു. അതാണല്ലോ ക്രിസ്തുവിന്റെ മുമ്പിൽ ഒരുത്തരം ഓടി ചെന്ന് പറയുന്നത്, കർത്താവെ, ഞാൻ നിന്റെ വചനം പാലിക്കുന്നു, നിന്റെ എല്ലാ പ്രവൃത്തികളും ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ എല്ലാ ശുശ്രൂഷകളെയും ഞാൻ ഉൾക്കൊള്ളുന്നു, ഒക്കെ ചെയ്യുന്നു. അപ്പൊ കർത്താവ് പറയുന്നുണ്ട്, നിനക്ക് ഒരു കുറവോടെ ഉണ്ടെന്ന്, നിനക്കുള്ളത് വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കാൻ. അതിനകത്ത് ഒത്തിരി അർത്ഥമുണ്ട്. ഞാൻ ഇതിനു മുമ്പ് പല ടോക്കിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറയരുത്. ഇതുപോലെയാണ് മനുഷ്യന്റെ അവസ്ഥ. ഇത് തന്നെയാണ് ഇന്നും കാണിച്ചു കൊടുക്കുന്നത്. മനുഷ്യന്റെ കുറവുകളെ ചൂഷണം ചെയ്യുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. കുറവുകളെ ചൂഷണം ചെയ്യുകയില്ല, കുറവുകളെ തിരുത്താൻ വേണ്ട സന്ദേശങ്ങൾ ദൈവാത്മാവിൽ കൊടുത്ത് ആ മനുഷ്യനെ ദൈവത്തിന്റെ പദ്ധതി എന്താണ് അത്ഭുതങ്ങളുടെ പുറകിൽ എന്ന വ്യക്തത കൊടുത്ത് അത്ഭുതത്തിന് ഓടി വരൂ എന്ന് പറയാതെ അവരെ ശുശ്രൂഷിച്ചാൽ മാത്രമേ 1% പേലയിലും തമ്പുരാന് വേണ്ടി ഈ ലോകത്തൊരവസ്ഥ ഉണ്ടാകുമ്പോൾ നിലനിർത്താൻ കഴിയുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷയുടെ ഫലം നമ്മളും അനുഭവിക്കുകയുള്ളൂ, അവരും അനുഭവിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ അറിയില്ലെന്ന് കർത്താവ് പറഞ്ഞ വചനം പോലെയായി പോവും വലിയ ശുശ്രൂഷ ചെയ്യുന്ന നമ്മളെപ്പോലെ എല്ലാവരും. എനിക്ക് ദൈവത്തിന്റെ പദ്ധതികളെക്കുറിച്ച് വ്യക്തതയും ബോധ്യവും ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര തീക്ഷ്ണമായി മനുഷ്യനോട് സംസാരിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു വിട്ടുവീഴ്ച ഇതിൽ ചെയ്യാതെ പോകുന്നത്. കാരണം വിട്ടുവീഴ്ചയ്ക്കുള്ളതല്ല ദൈവിക ശുശ്രൂഷ. സ്നേഹത്തിനും കരുണയ്ക്കും നന്മയ്ക്കും ഉള്ളതാണ്. പക്ഷെ അത് സ്വീകരിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അത് മനസ്സിലാക്കുവാനും ദൈവസ്നേഹം എന്തെന്ന് ഉൾക്കൊള്ളാൻ അറിയാൻ പാടില്ല, ഉൾക്കൊള്ളാനും വരുന്നവന് കൊടുക്കേണ്ട സാധനമാണ്. അതല്ലാതെ ലോകത്തുനിന്ന് വിളിക്കുന്നവന്റെ പ്രശ്നം മുഴുവൻ പരിഹരിക്കപ്പെടലും അവൻ ചിലരൊക്കെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, ഞങ്ങൾക്ക് ഇന്ന പോലെ ഒരു വിഷയമുണ്ട് ബ്രദറെ, എന്നാണ് ബ്രദറിനെ പ്രാർത്ഥിച്ചിട്ട് കിട്ടണമെന്ന്. എനിക്ക് കിട്ടേണ്ട കാര്യം ഞാൻ അവരോടൊപ്പം തന്നെ ഇത് പങ്കുവയ്ക്കാനായിട്ടുള്ളത് അവർക്ക് തോന്നുന്ന മാതിരി അല്ല. എന്നോട് കർത്താവിന്റെ ആത്മാവ് സംസാരിച്ചാൽ മാത്രമേ അത് പറയുള്ളൂ. കാരണം ഞാൻ കവടി തരത്തിൽ പറയുന്ന പരിപാടിയല്ല നടത്തുന്നത്, തമ്പുരാൻ ആത്മാവിനെ തരുന്ന പരിപാടി നടത്തുന്നത്. എനിക്കറിയാമായിരിക്കും, പക്ഷെ ഞാനതിന് മറുപടി കൊടുക്കാറില്ല. കൊടുക്കാനുള്ള യോഗ്യതയിൽ അവൻ വന്നാലേ മറുപടി കൊടുക്കുകയുള്ളൂ. ആ യോഗ്യത കിട്ടണം ആദ്യം. അല്ലാതെ
ഞാനീ പറഞ്ഞ മാതിരി അത്ഭുതങ്ങൾ കിട്ടിപ്പോയൊരു 4-5 വർഷം കഴിഞ്ഞ് വലിയ പരാജയങ്ങളിലൊക്കെ പല പാരാത്രികളിൽ തന്നെ വിളിക്കാറുണ്ട്. ഞാൻ അവർക്ക് വലിയ മറുപടി ഒന്നും കൊടുക്കാറില്ല. കാരണം ദൈവം കൊടുക്കുന്ന സമയം ഉപയോഗിക്കാത്തവന് വീണ്ടും വീണ്ടും വീഴ്ച വരുമ്പോൾ എടുത്തു കൊടുക്കാൻ പറ്റുന്നതല്ല ഈ സംവിധാനങ്ങൾ. ഇത് ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് നേരിട്ട് അപ്പോൾ കൊടുക്കേണ്ടതാ. ദൈവം തന്ന കൃപയുടെ ബലത്താൽ ചിലപ്പോൾ കണ്ണീരൊഴുക്കി കരഞ്ഞ് പട്ടിണിയും പഞ്ഞവും കിടന്നാൽ ചിലപ്പോൾ ചിലർക്കൊക്കെ എന്തെങ്കിലും ദൈവം കൊടുക്കും. കാരണം എന്താണ്? ദൈവം തന്ന കൃപകളോട് ദൈവത്തിനുള്ള ഇഷ്ടം കൊണ്ട് ദൈവത്തിന്റെ മകൻ എന്നൊരു കരുണപ്പുറത്തൊക്കെ ചിലപ്പോൾ കിട്ടാം. അല്ലാതെ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന അത്ഭുതത്തെ നിലനിർത്തിക്കൊണ്ട് പോയി ശുശ്രൂഷ മനസ്സിലാക്കി അത് കേട്ട് ഉൾക്കൊണ്ട് ജീവിക്കാത്ത ഒരു മനുഷ്യൻ വിളിക്കുമ്പോഴേ എനിക്കറിയാം അവരെക്കുറിച്ച് സർവ്വകാര്യങ്ങളും. അപ്പം തന്നെ ഞാൻ അവർക്ക് കൊടുക്കുന്ന മറുപടി വളരെ വ്യത്യസ്തമായിരിക്കും. ചിലപ്പോൾ ഞാൻ അധികം ഒന്നും സംസാരിക്കില്ല, 1-2 വാക്ക് പറയും, നോക്കാമെന്ന് പറയും, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമെന്ന് പറയും, ഇത്രയും പറഞ്ഞു വിടാറേ ഉള്ളൂ. കാരണം ഏറ്റവും നാശമായ കാലഘട്ടത്തിൽ കയത്തിൽ വീണ മനുഷ്യനെ പിടിച്ചുയർത്തി കൊടുത്ത ദൈവത്തെ തിരിച്ചറിയാൻ പറ്റാത്തവൻ, കാലങ്ങൾ അവൻ്റെ ഇഷ്ടത്തിന് ജീവിച്ചിട്ട് ഏതേലും ഒരു രാത്രിയിൽ അവൻ്റെ കുടുംബത്തിലോ ജീവിതത്തിലോ നിക്കക്കള്ളിയില്ലാത്ത തകർച്ച കടന്നു വന്നിട്ട് അപ്പോൾ അവൻ അത്ഭുതത്തിന് വേണ്ടി വിളിക്കുന്നവന് കൊടുക്കാനുള്ളതല്ല ഈ ശുശ്രൂഷ, അത് കൊടുക്കുകയില്ല. അതുപോലെ ഇനിയും ഒരു കാര്യമുണ്ട്. ഇങ്ങനെ അത്ഭുതങ്ങൾ കിട്ടിയ കുടുംബങ്ങളിൽ അതിനെതിരായിട്ടും അത് തെറ്റായിട്ടും വ്യാഖ്യാനിക്കുക, അതിനെ അംഗീകരിക്കാതിരിക്കുകയും അത് ഉൾക്കൊള്ളാതെ പോയവരും ഇന്നത്തെ അവസ്ഥ ദയനീയം തന്നെ. പലർക്കും എൻ്റെ മുഖത്ത് നോക്കി പറയാൻ കഴിയുന്നില്ലെങ്കിലും എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ അവരെക്കുറിച്ച് എന്താ അവസ്ഥ നന്നായിട്ടറിയാം. അങ്ങനെയുള്ളവരും കൊണ്ട് ഒത്തിരി. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു പറഞ്ഞാൽ വ്യക്തിയുടേതല്ലാത്തത് കൊണ്ടും കർത്താവ് നേരിട്ട് പ്രവർത്തിക്കുന്നതായതുകൊണ്ടും ദൈവത്തിന്റെ ആത്മാവിനെ നേടാൻ വേണ്ടി ഈ ശുശ്രൂഷ ദൈവം ഒരുക്കിയത് കൊണ്ടും തന്നെയാണ് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് തമാശയായി ഈ ശുശ്രൂഷയോ ഇതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളെയോ വ്യക്തിയെയോ ഒക്കെ കാണുന്നത് എത്രത്തോളം നല്ലതാണെന്ന് നിങ്ങൾ വിലയിരുത്തുന്നത് തന്നെ നന്നായിരിക്കും. ഞാൻ ആരുമായിട്ടല്ല, ദൈവം എന്നെ ഈ പദ്ധതിക്ക് വേണ്ടി തെരഞ്ഞെടുത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഞാനും നിങ്ങളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനാണ്. ഈ അർത്ഥമാണ് പൗലോസ്ലീഹ പറയുന്ന ഈ അപ്പസ്തോല പ്രവർത്തനം 27 അനുസരണക്കേടിന്റെ ഫലം കൊണ്ടുണ്ടാകുന്ന കപ്പൽ തകർച്ചയും അത് നാശത്തിലേക്ക് പോകുമെന്ന് മുൻകൂട്ടി പറഞ്ഞു കൊടുത്തിട്ട് പോലും അത് തിരിച്ചറിവില്ലാതെ പോയ ഒരു സമൂഹം ആ കപ്പലിൽ ഉണ്ടായിരുന്നു. ഒരു പറ്റം ആൾക്കാർ അതിനെ നിയന്ത്രിക്കുന്ന വ്യക്തികളിൽ നിന്നുള്ള കാര്യങ്ങൾ സ്വീകരിക്കുകയും അതാണ് നന്മയെന്ന് ഉൾക്കൊള്ളുകയും ചെയ്തവർ പോകുന്നു. ആ കപ്പൽ പറഞ്ഞതുപോലെ തകർച്ച സംഭവിക്കുന്ന സമയത്ത് പൗലോസ്ലീഹായ്ക്ക് ദൈവത്തിൽ നിന്ന് ദർശനം കിട്ടുന്നു. നീ ചെയ്യേണ്ട പ്രവർത്തികൾ നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിക്കുകയും നീ ചെല്ലേണ്ടോടത്ത് നീ ചെല്ലുകയും ചെയ്യുമെന്ന് വ്യക്തത കൊടുക്കുന്നു. നിന്റെ കൂടെയുള്ളവരെ ഞാൻ നിനക്ക് വിട്ടുതരുന്നു. ആ വാക്കിന് അർത്ഥമുണ്ട്. നിനക്ക് ഞാൻ വിട്ടുതരുന്നു. കാരണം ദൈവം തെരഞ്ഞെടുത്ത പദ്ധതിയുടെ ഭാഗമായി ദൈവം വിട്ടുകൊടുക്കും. അതൊക്കെ വലിയ ദയനീയമാണ്, പലരും മനസ്സിലാക്കിയില്ലെങ്കിൽ. അങ്ങനെ ദൈവം വിട്ടുകൊടുക്കുന്നു. ആ വിട്ടുകൊടുക്കുന്ന വ്യക്തികളോട് വീണ്ടും പൗലോസ്ലീഹ പറയുന്നു, നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്യുവില്ല. അങ്ങനെ അവർ അംഗീകരിക്കുകയും കപ്പൽ യാത്ര തുടരുകയും ചെയ്യുന്നു. വീണ്ടും അതിൽ നിന്ന് അതിൻ്റെ മെയിൻ ആൾക്കാർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അപ്പോൾ വീണ്ടും പറയുന്നു, നിങ്ങൾ രക്ഷപ്പെട്ടാൽ ബാക്കിയുള്ളവർ നഷ്ടപ്പെടും. വീണ്ടും പൗലോസ്ലീഹായുടെ പ്രാർത്ഥനയും കാര്യങ്ങളും കടന്നു വരുന്നു. ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെ പൗലോസ്ലീഹായോട് കർത്താവ് എന്തു പറഞ്ഞോ ആ രീതിയിൽ കൊന്നു കളയണമെന്ന് രാജസേവകർ തീരുമാനിച്ചിരുന്ന വ്യക്തികളടക്കം സംരക്ഷിക്കപ്പെടുന്നു. അതെന്താണ്? പൗലോസ് എന്ന് പറയുന്ന കർത്താവിൻ്റെ ശുശ്രൂഷകൻ ആ കപ്പലിൽ ഉണ്ടായിരുന്നത് കൊണ്ടും പൗലോസിനെ ദൈവം ഏൽപ്പിച്ചിരുന്ന ദൗത്യം പൗലോസിലൂടെ പൂർത്തീകരിക്കപ്പെടേണ്ടത് കൊണ്ടും ആണ് അതിലുള്ളവർ അനുസരണക്കേട് കാണിച്ചിട്ട് പോലും അവർക്ക് രക്ഷയുടെ വഴി കാണിച്ചു കൊടുക്കാൻ ദൈവം തയ്യാറായത്. പൗലോസ് എന്ന് പറയുന്ന വ്യക്തിയെ പ്രതിയാണ് അതെല്ലാം ചെയ്തു കൊടുത്തത്. ഒരു സംശയവുമില്ല. അവരിൽ എത്ര പേർ പൗലോസിനെ അംഗീകരിച്ചു എന്നുള്ള പിന്നീട് നമുക്ക് അറിഞ്ഞുകൂടാ. അവരിൽ എത്ര പേർ പൗലോസിന്റെ വാക്കുകൾ സ്വീകരിച്ചു എന്നറിയില്ല. പൗലോസ് എന്താണേലും ദൈവത്തെക്കുറിച്ച് അവരോട് സംസാരിച്ചിട്ടുണ്ടാവും, അത് അംഗീകരിച്ചിട്ടുമില്ല. അംഗീകരിച്ചോ അംഗീകരിച്ചില്ലയോ എന്ന് ബൈബിളിൽ അത് വ്യക്തമാക്കുന്നില്ല. ഇതുപോലെ തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ തലമുറ മുഴുവൻ. ഇത്രയും മോശമായ സാഹചര്യത്തിലൂടെ ജീവിക്കുന്ന ഒരു തലമുറ നമ്മളെപ്പോലെ കാണില്ല. ആയിരക്കണക്കിന് ശുശ്രൂഷകൾ കേൾക്കുന്ന നമ്മുടെ സമൂഹം എവിടെയാണ് സഹോദരരെ ആ ശുശ്രൂഷയുടെ അകത്തുനിന്ന് കിട്ടിയ കൃപകളോ നന്മകളോ ഉൾക്കൊണ്ട് ജീവിക്കുന്നത്? എവിടെയെങ്കിലും ഏതെങ്കിലും രാജ്യത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് നോക്കുക. അപ്പൊ എവിടെയാണ് നമുക്ക് മൂല്യച്യുതി സംഭവിക്കുന്നത്? എവിടെയാണ് നമ്മൾ തകർന്നു പോകുന്നത്? അപ്പോൾ നമ്മുടേതായ ശുശ്രൂഷ മേഖലകളിൽ ഒത്തിരി തിരുത്തലുകൾ നമുക്ക് ആവശ്യമുണ്ട്. അതാണ് അതിന്റെ കാരണം. യഥാർത്ഥമായ ആത്മരക്ഷയ്ക്കായി ശുശ്രൂഷകൾ ഉപയോഗിക്കപ്പെട്ടിരിക്കണം. ഇല്ല എങ്കിൽ ഈ തലമുറ കുറെ കഷ്ടപ്പെടും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന വ്യക്തികളും പോകും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ വ്യക്തികളും ജീവിതത്തെ പരിവർത്തനപ്പെടുത്തണമെന്ന് ദൈവം നാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു. ഇത്രയും നീളത്തിലൊക്കെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ
ചിലപ്പോൾ ആർക്കും ഇത് കേൾക്കണമെന്ന് പോലും തോന്നൂല പ്രിയപ്പെട്ടവരെ. അതാണ് മനുഷ്യൻ. കാരണം അവർക്ക് സമയമില്ലല്ലോ. പക്ഷേ ഒരു രോഗം വന്നാലോ, മരിക്കാൻ കിടന്നാലോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവസ്ഥ വന്നാലോ അവർക്ക് സമയമുണ്ട് തന്നെ. അങ്ങനെ സമയം കണ്ടെത്തുന്ന നല്ല പ്രിയപ്പെട്ടവർ, ദൈവത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ പദ്ധതികൾ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒക്കെ ഒരു ഇച്ചിരി സമയം നിങ്ങൾ കണ്ടെത്താൻ ആരോഗ്യമുള്ള സമയത്ത് നോക്കിയാൽ എന്നും നിങ്ങൾ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ കൂടെ സംരക്ഷിതരായി നിലനിൽക്കുമെന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ആമേൻ. ഈശോ, ഹല്ലേലൂയ. യേശുവേ നന്ദി.